ഹായ് ഫ്രണ്ട്സ്, മൂനി അനലിറ്റിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തണിന്റെ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഞാൻ ഇവിടെ ഓൾറെഡി കൊളാബ് പൈത്തണ് നമ്മൾ കൊളാബിലാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊളാബ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് നോക്കുന്നത്. സാധാരണ ഓപ്പറേറ്റേഴ്സ് നോക്കുന്നത് പൈത്തണിൽ ഒരു സാധനം കമാൻഡായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യണമെങ്കിൽ ആഷ് അടിച്ചാൽ മതി കേട്ടോ. അനുസരിച്ച് എന്ത് ചെയ്യുന്നു അത് കമാൻഡായിട്ട് ട്രീറ്റ് ചെയ്യും. ഫസ്റ്റ് നമ്മൾ ഓപ്പറേറ്റേഴ്സ് കൊടുക്കുന്നു. ടൂൾസ് ഇനി ഇത് റൺ ചെയ്താലും പ്രശ്നമില്ല, അത് കമാൻഡായിട്ട് തന്നെ. ഫസ്റ്റ് നമ്മൾ പ്ലസ് ഓപ്പറേറ്റർ. ഓക്കെ, അതിന് ഓപ്പറേറ്റർ എന്താണെന്ന് നോക്കുന്നതിനുള്ളിൽ ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഇപ്പോൾ 5+4. ഇപ്പോൾ ഈ 5നെയും 4നെയും ഓപ്പറൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, ഈ 5+ എന്നുള്ളതിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലസ് മൈനസ് പ്രധാനപ്പെട്ട ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? പ്ലസ് മൈനസ്, അതേപോലെ തന്നെ ഇൻറ്റു ഡിവിഷൻ, പ്ലസ് മൈനസ് ഇൻറ്റു അതേപോലെ തന്നെ ഡിവിഷൻ. ഇതെല്ലാം ഓപ്പറേറ്റേഴ്സാണ്, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഫ്ലോട്ട് ഡിവിഷൻ ഓപ്പറേറ്റേഴ്സ് ആണ് രണ്ട് ഡിവിഷൻ്റെ സിമ്പിൾ 2 ഡിവിഷൻ ഒന്നിച്ചിട്ട് ഇടുന്നത്. ഓക്കെ, എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. പിന്നെ മോഡുലസ് ഓപ്പറേറ്റേഴ്സ് പറഞ്ഞാൽ മോഡുലസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ് ആൻഡ്, അതേപോലെ തന്നെ ഓർ, നോട്ട്. ഓക്കെ, അതെല്ലാം എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് 3+2 ഇത് എത്രയാണ്? 5 ആണ്. പ്ലസ് ആണ് നമ്മൾ ഓപ്പറേറ്റർ. ഓക്കെ, 5. ദെൻ 5 ഇൻറ്റു 3 അല്ല 5 ഇൻറ്റു 9 എത്രയാണ്? 45 അല്ലേ? അപ്പോൾ ഇൻറ്റു മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ആയിരിക്കും. അരിത്തമെറ്റിക്കൽ മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ. ഈ ഡിവിഷൻ ഓപ്പറേറ്റർ 6/2 ഇത് 2 ആണ്. 6/2. അപ്പോൾ ഡിവിഷൻ ഓപ്പറേറ്റർ എപ്പോഴും ഫ്ലോട്ടിംഗ് നമ്പർ ആയിരിക്കും കേട്ടോ. 3.0 എന്നുള്ളത്. ഇനി അതേപോലെ തന്നെ 55 മൈനസ് 10 19. ഓക്കെ, ദെൻ സബ്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. ദെൻ ഇനി നമ്മൾ നോക്കുന്നത് നെക്സ്റ്റ് നമ്മൾക്ക് നോക്കുന്നത് മോഡുലസ് ഓപ്പറേറ്റർ. മോഡുലസ് ഓപ്പറേറ്റർ നമ്മൾ ഇങ്ങനെ ഒരു പെർസെൻറ്റേജ് ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ബ്രാക്കറ്റ് ചെയ്യാണ്ട് വെറുതെ അത് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് അതിൻ്റെ സിമ്പിൾ, പെർസെൻറ്റേജ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് നോക്കാം. ഇനി മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഷൻ പാർട്ട് ഡിവിഡൻറ്റിന് ശേഷം സാധാരണ നമ്മൾ സാധാ ഡിവിഷൻ ആണെങ്കിൽ എന്താ പറയുക, ഡിവിഡൻറ്റ് വരും. ഓക്കെ, മോഡുലസ് ഓപ്പറേറ്ററിൽ റിമൈൻഡർ മാത്രമേ വരും. ഉദാഹരണത്തിന് 12 മോഡുലസ്
5 കൊടുത്താൽ ഡിവിഡൻഡ് അല്ല റിമൈൻഡർ 2 ആണ്. 2 മാത്രം വരും. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫ്ലോർ ഡിവിഷൻ ആണ്. ഫ്ലോർ ഡിവിഷൻ ഇത് ഡിനോട്ട് ചെയ്യല് 2 ഡിവിഷന് 2 അടുപ്പിച്ച് കൊടുക്കും. ഓക്കെ, എങ്ങനെ നോക്കാം. ഉദാഹരണത്തിന് 12 ഫ്ലോർ ഡിവിഷൻ കിട്ടി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 12 ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ എത്ര കിട്ടാം നമുക്ക് നോക്കാം. സൊല്യൂഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ 12 ഡിവൈഡഡ് ബൈ 2 അല്ല സോറി 12 ഡിവൈഡഡ് ബൈ 5 അപ്പോൾ 2.4 കിട്ടി. അപ്പോൾ ഈ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ ഫ്ലോർ ഡിവിഷൻ നമ്മൾ 12 ഡിവൈഡ് ബൈ 12 ഫ്ലോർ ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് ആക്ച്വലി 12.5 ആയിരുന്നു 12 ഡിവൈഡ് ബൈ 5 ചെയ്താൽ കിട്ടുന്നത്. അപ്പം ഇതിൽ ലാർജസ്റ്റ് വാല്യൂ ഇവിടെ വരും. ഓക്കെ, ലാർജസ്റ്റ് വാല്യൂ വരും. അത് ലാർജസ്റ്റ് ഇൻറ്റിജർ വാല്യൂ ഏതാണ്? 2. അതുകൊണ്ട് 2 വന്നു. മനസ്സിലായില്ലേ? അപ്പോൾ ഇനി ഇതേപോലെ ആണെങ്കിൽ 25 ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 4.16 കിട്ടും. അപ്പോൾ ഇതിൻ്റെ 25 ഫ്ലോർ ഡിവൈഡ് ബൈ 6 ചെയ്താൽ നമുക്ക് എത്ര ആയിരിക്കും അതിൻ്റെ ആൻസർ? അത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. ഓക്കെ, 25 ഫ്ലോർ ഡിവൈഡ് ബൈ 6 എത്ര ആയിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ചെയ്താൽ മതി. കമൻറ്റ് യുവർ ആൻസർ ഇൻ വീഡിയോ ഡിസ്ക്രിപ്ഷൻ. വീഡിയോ കമൻറ്റ് സെഷൻ. ഓക്കെ, ഇത് ചെയ്താൽ ആൻസർ കിട്ടും. ഞാൻ ഇപ്പോൾ ചെയ്യുന്നില്ല. ഈ അത് മനസ്സിലാക്കാൻ, ഫ്ലോർ ഡിവിഷൻ മനസ്സിലാക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിൽ ഇപ്പം -10.3 10 ഫ്ലോർ ഡിവൈഡ് ബൈ 3 ചെയ്താൽ -3.33 ആണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ ഹയസ്റ്റ് വാല്യൂ എന്താണ്? മൈനസ് വരുമ്പോൾ ഇതിൽ ലോവസ്റ്റ് മൈനസ് വരികയാണെങ്കിൽ ലോവസ്റ്റ് വാല്യൂ വരും. ഓക്കെ, അപ്പോൾ -3.33 അപ്പോൾ അതിനേക്ക് ലോവസ്റ്റ് വാല്യൂ വരുന്നത് -4. അപ്പോൾ ആൻസർ 4 കിട്ടും. അത് നമുക്ക് കൊളാബിൾ ചെയ്ത് നോക്കാം. -10 4 divided by 3 -4 കിട്ടി. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മൈനസ് വരുമ്പോൾ ഹയസ്റ്റ് അല്ല ലോവസ്റ്റ് വാല്യൂ ആണ്, ലോവസ്റ്റ് ഇൻറ്റിജർ വാല്യൂ വരും. ഓക്കെ, പ്ലസ് ആണെങ്കിൽ ഹയസ്റ്റ് ഇൻറ്റിജർ വരും. കറക്റ്റ് അല്ലേ? ഈ ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. -13 divided by 4 divided by 5 അപ്പോൾ 2.8
3 ആണ് വരുന്നത്. അപ്പോൾ എന്ത് -2.3 ഉണ്ട്. നമുക്ക് -3 കിട്ടണം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് അരിതമെറ്റിക് ഓപ്പറേറ്റേഴ്സ് പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് കുറിച്ച് നോക്കാം. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഏതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഒന്ന് ആൻഡ്, ഓർ, ദെൻ നോട്ട്. ഇങ്ങനെ മൂന്നെണ്ണമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആണ്. ഇത് ആൻഡിന്റെ ആംപർസൻഡ് ആൻഡിന്റെ ചിഹ്നമാണ്. ഓക്കെ, ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഫസ്റ്റ് നമ്മൾ ആൻഡ് നോക്കുന്നു. ആൻഡ് ഉദാഹരണത്തിൽ എക്സ് ഇസ് ഈക്വൽ ടു 20 എന്ന് കൊടുക്കും. ദെൻ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു greater than or equal to 30, sorry, x less than or is equal to 30 and x greater than or equal to 2. ഇത് നമുക്ക് റൺ ചെയ്ത് നോക്കാം. ഇത് എന്താ കിട്ടുന്നത്? ട്രൂ ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കണ്ടീഷൻ എക്സ് 30 ചെറുതാണ്, അല്ല 30 ചെറുതാണ്, അത് കറക്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ എക്സ് എന്നുള്ളത് 2 കൂടുതൽ, 2 കൂടുതലാണ്. ഈ രണ്ട് സിറ്റുവേഷനും രണ്ട് കണ്ടീഷനും ശരിയായതുകൊണ്ടാണ് ഇത് ട്രൂ ആയിട്ട് കിട്ടിയത്. ഇനി നമുക്ക് ഇതിന് തന്നെ ആൻഡിന് പകരം ആംപർസെന്റ് ഇട്ടാലും മതി കേട്ടോ. രണ്ടും സെയിം തന്നെയാണ്. ആൻഡിന് പകരം ആംപർസെന്റിന്റെ സൈൻ കൊടുത്താൽ മതി, എന്നാലും ഇതേപോലെ തന്നെ കിട്ടും. ഓക്കെ, ആൻഡ് ഓർ ആംപർസെന്റ്. ഇനി നമ്മൾ ഒരു കണ്ടീഷൻ തെറ്റിച്ച് കൊടുക്കുക, അപ്പോൾ ഫാൾസ് കിട്ടും. ഇതിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു രണ്ടാമത്തെ കണ്ടീഷൻ ഞാൻ എന്താക്കുന്നത്, എക്സ് എന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 50 കൊടുക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ കണ്ടീഷൻ തെറ്റാണ്. അപ്പോൾ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് ഫാൾസ് കിട്ടും, കണ്ടീഷൻ തെറ്റാണ്. ഇനി ഓവറാണെങ്കിൽ ജസ്റ്റ് നമ്മൾ നോക്കുന്നത് ഓവറാണ്. ഓവർ മനസ്സിലായി എങ്ങനെയാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഇതാ മതി. ഇപ്പോൾ എക്സ് തന്നെ ഓൾറെഡി എക്സ് ഇപ്പോൾ നമ്മൾ അവിടെ 20 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഈ സെയിം കണ്ടീഷന് ഞാൻ എടുക്കുന്നു, കോപ്പി ചെയ്യുന്നു, എന്നിട്ട് ഈ ആംപർസെന്റ് പകരം ഞാൻ ഓവർ കൊടുക്കുന്നു. ഓക്കെ, ഇതിലിപ്പോൾ ഈ കണ്ടീഷൻ ഫസ്റ്റ് എക്സ് 20 അല്ല എക്സ് 30 ചെറുതാണ്, ഈ കണ്ടീഷൻ ശരിയാണ്. പക്ഷെ ഈ കണ്ടീഷൻ തെറ്റാണ്, എക്സ് 15 ഗ്രേറ്റർ ദാൻ ആണ് എന്നുള്ളത് തെറ്റാണ്. എന്നാലും ഇത് ട്രൂ കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഓവറാണ് കൊടുത്തത്, ആൻഡല്ല. രണ്ടാലും ഒരു കണ്ടീഷൻ ശരിയായാൽ ഓർ കണ്ടീഷൻ ശരിയാണ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ഈ പൈത്തണിൽ ബൂളിയൻ എന്ന് പറഞ്ഞാൽ ഏത് ഇൻഡിക്കേഴ്സിനാണെങ്കിലും ഏത് സ്ട്രിങ്ങിനാണെങ്കിലും ഒരു കറസ്പോണ്ടിങ് ബൂളിയൻ വാല്യൂ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എക്സെപ്റ്റ് 0ന്റെ ബൂളിയൻ വാല്യൂ ഫാൾസിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ബൂളിയൻ ഓഫ് 20 കൊടുക്കും. ഇത് ട്രൂ ആണ്, കാരണം ഒരു വാല്യൂ ഉണ്ട്. ഇനി ബൂളിയൻ ഓഫ് 0 കൊടുത്താലോ, ബൂളിയൻ ഓഫ് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഫാൾസ് ആയിരിക്കും കിട്ടും. ഓക്കെ, ഫാൾസ്, കാരണം ബൂളിയൻ ഓഫ് 0 അല്ലെങ്കിൽ 0.0 ആണെങ്കിലും ഫാൾസ് ആണ്, ഫാൾസ് കിട്ടും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എനി സ്ട്രിങ്
any string except empty string except empty string have a boolean value. Okay. ഉദാഹരണം ഞാൻ ബൂളിയൻ ഓഫ് ഹലോ എന്ന് കൊടുക്കാം. ഹലോ കൊടുത്തു. ഇത് ട്രൂ ആയിരുന്നു കേട്ടോ. ഇനി എംപ്റ്റി സ്ട്രിംഗ് എന്ന് പറഞ്ഞാൽ ബൂളിയൻ ഓഫ് എംപ്റ്റി സ്ട്രിംഗ് എങ്ങനെ എഴുതല്? രണ്ട് ആംപർസെന്റിന്റെ ഉള്ളിൽ കോട്ടിന്റെ ഉള്ളിൽ ഒന്ന് കൊടുക്കാതെ ഇത് ഫാൾസ് ചെയ്യും. ഫാൾസ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഈ ബൂളിയൻ ഓഫ് വെറും ഇതിൽ എംറ്റിക്ക് ഒരു സ്പേസ് മാത്രം കൊടുത്താലും ഇത് ട്രൂ ആണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയത്? ബൂളിയൻ ഓഫ് എംറ്റി സ്ട്രിംഗ് ഫാൾസ് ആണ്. അപ്പോൾ നോട്ട് നമ്മൾ നേരത്തെ ഇവിടെ മുകളിൽ പഠിച്ചില്ലേ, ലോജിക്കൽ ഓപ്പറേറ്റർ നോട്ട് ഉണ്ടെന്ന്. നോട്ട് ഓഫ് ബൂളിയൻ ഓഫ് എംറ്റി സ്ട്രിംഗ് നമ്മൾ കൊടുത്താൽ നോട്ട് ഓഫ് ബൂളിയൻ ഓഫ് എംറ്റി സ്ട്രിംഗ് കൊടുത്താൽ അത് ട്രൂ ആയിരിക്കും. നേരത്തോടെ ഫാൾസ് കിട്ടിയത് ട്രൂ ആണ്. അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്നാണ് ഉദ്ദേശം. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ബോഡ്മാസ് റൂള് അതെന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഉദാഹരണത്തിൽ ഈ ബോഡ്മാസ് നമ്മൾ സ്കൂളിൽ പഠിച്ച ആ സെയിം സംഭവം ഇതിലും ഓപ്പറേറ്റേഴ്സ് നോക്കുമ്പോൾ ഈ പൈത്തണിലും അത് യൂസ് ചെയ്തിട്ടാണ് പോകുന്നത്. ബ്രാക്കറ്റ്, ഓർഡേഴ്സ്, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഇത് രണ്ടും. ഈ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഇങ്ങനെ വരുന്നത്. ആദ്യം ബ്രാക്കറ്റ് വന്നിട്ട് ബ്രാക്കറ്റിന് ഉള്ളിലത്തെ ചെയ്യും. പിന്നെ എക്സ്പോണൻഷ്യനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്പോണൻഷ്യൽ ബ്രാക്കറ്റിന് ശേഷം ചെയ്യും. പിന്നെ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ രണ്ടും ഒരേ പ്രയോറിറ്റിയാണ്, അത് ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യും. പിന്നെ അതേപോലെ അഡീഷനും സബ്സ്ട്രാക്ഷനും മാത്രമേ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ 10 - 4 × 2. അപ്പോൾ ഇതെങ്ങനെ ചെയ്യില്ലെന്ന് വെച്ചാൽ ആദ്യം 4 × 2 ചെയ്യും, 8 കിട്ടി. ദെൻ 10 - 8 2. ഇതാണ് ആൻസർ. ഇങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ചെയ്യില്ല, കാരണം 10 - 4 ചെയ്താൽ അല്ല 6 കിട്ടും. 6 × 2 12 കിട്ടില്ല. ഇത് തെറ്റാണ്. ഓക്കെ. 10 - 4 × 2 നമുക്ക് എത്ര കിട്ടുമെന്ന് കൊളാമിൽ നോക്കാം. 10 - 4 × 2. നേരത്തെ 2 കിട്ടി ഉണ്ടോ? അപ്പോൾ അതെങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ആദ്യം 4 × 2 8 ചെയ്ത് 8 - പ്രയോറിറ്റി അനുസരിച്ചാണ് ചെയ്തത്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റേഴ്സ്. എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ നമ്മൾ ഇങ്ങനെ 2 സ്റ്റാർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് 2⁻3 നമുക്ക് 8 ആണെന്ന് അറിയാം. അപ്പോൾ അത് ഇങ്ങനെ 2 സ്റ്റാർ × 3 8 കിട്ടി ഉണ്ടാവും. അപ്പോൾ ഈ 2 സ്റ്റാറാണ് എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇനി 2 സ്റ്റാർ × -3 കൊടുത്താലോ? -3 കൊടുത്തു. അപ്പോൾ ഇത് 2 അല്ല 9 × -3 കൊടുത്താൽ 9⁻1/3
3 കിട്ടും. ഓക്കെ, √3 എൻ്റെ ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്. √3 ആൻസറാണ് ഇത്. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിന് 16 എക്സ്പോണൻഷ്യൽ ഓഫ് -2 കൊടുത്താൽ 16 റൂട്ട് ഓഫ് 16 കിട്ടും. അപ്പം 4 ആയിരിക്കും അതിൻ്റെ ആൻസർ. സോറി, റൂട്ട് ഓഫ് 1/16 എക്സ്പോണൻഷ്യൽ ആണ്. 16 1/2 സോറി 1/16 കിട്ടും. ഓക്കെ, അപ്പം ഇത് എത്ര കിട്ടലെന്ന് വെച്ചാൽ 1/16 അപ്പോൾ 1/16 1/4 ചെയ്താൽ എത്ര നോക്കാം നമുക്ക് ആൻസർ. ആ സെയിം ആൻസർ ആയിരിക്കും ഇവിടെ കിട്ടേണ്ടി വരും. നോക്കാം, 1/4 1/4.25. അപ്പോൾ അതെല്ലാം ഇവിടെ കിട്ടിയത്. ഓക്കെ, സോറി, ഇത് 1/16 അല്ലേ വരുന്നുണ്ട്. 1/16 സ്ക്വയർ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇത് എന്ത് വരും നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് വരും, 1/16 സ്ക്വയർ, അതായത് 1/286 വരും. അതാണ് ഈ ആൻസർ. അതെല്ലാം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 1 ഹരിക്കണം 256. നമ്മൾ സ്ക്വയർ റൂട്ടാണല്ലോ വരുന്നത്, 2 അല്ല ഇവിടുത്തെ. അതുകൊണ്ടാ ഈ സെയിം ആൻസറാണ് ഇവിടെ കിട്ടിയത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറയുന്നു. അപ്പം എക്സ്പോണൻഷ്യൽ ഓപ്പറേറ്റർ 3 × 3 എക്സ്പോണൻഷ്യൽ ഓഫ് 3 കൊടുത്താൽ 3 9 9 3 27 കിട്ടും. 3 ക്യൂബ് എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി 3 എക്സ്പോണൻഷ്യൽ ഓഫ് 2 കൊടുത്താൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര, 9 കിട്ടും. ഓക്കെ, ഇനി 3 എക്സ്പോണൻഷ്യൽ ഓഫ് -2 കൊടുത്താൽ എന്ത് കിട്ടും, 1/3² കിട്ടും. അഥവാ 1/9 കിട്ടും. 1/9 ആൻസർ ആയിരിക്കും ഇവിടെ വരുന്നത്. 0.1111. ഓക്കെ, അതിനല്ല നോക്കാം. 1/9 സെയിം. അപ്പോൾ ഇങ്ങനെയാണ് വരില്ലേ, മനസ്സിലായി എന്ന് വിചാരിക്കും. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ ബൂളിയനായി, എക്സ്പോണൻഷ്യലായി, എല്ലാ ഓപ്പറേറ്റേഴ്സും വരും. ഓക്കെ, അപ്പോൾ വീഡിയോ ഏകദേശം നീണ്ടു പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഓക്കെ, അത് നമുക്ക് നെക്സ്റ്റ് പുതിയൊരു വീഡിയോയിൽ പഠിക്കാം. അപ്പോൾ വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും നന്ദി.